ഹലോ ഗൈസ്, ഇന്നൊരു മിനി വ്ളോഗാണ്. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഫസ്റ്റ് നമ്മൾ പോകുന്നത് തന്നെ നമ്മുടെ കോളേജിലേക്കാണ്. കോളേജ് ഉച്ചവരെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. കാക്കു 2 ദിവസമായിട്ട് അവിടെ നിന്നിന്, അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഡയറ്റ് തുടങ്ങിയോണ്ട് കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ പ്ലേറ്റിൽ കുറച്ചധികം ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ഡയറ്റ് തുടങ്ങണമെന്ന് കരുതിയാൽ ഇവിടെ വന്നാലൊക്കെ പോകും ഗൈസ്. അങ്ങനെ നമ്മളെ കാക്കു ഉറക്കം എണീറ്റ് ഞാൻ വന്നപ്പോൾ ഒരു ബ്രൗണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. എല്ലാവർക്കും ഈ വീട് തറവാടാണ്, പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം വീടും തറവാടും ഉമ്മാൻ്റെ വീടൊക്കെ ഈ വീട് തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു വീട് കയറ്റിക്കണം. ഈ വീട് ഈ കോലത്തിലായപ്പോഴത്തേന് 2 വർഷം എടുത്തിക്കണം. ഇനി ഇൻഷാ അള്ളാ ബാക്കി പണികളൊക്കെ പെട്ടെന്ന് തീർക്കുന്ന പറയില്ല, തീരുമായിരിക്കും എന്ന് കരുതുന്നു. പിന്നെ ഇവന് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ 2 ദിവസമൊക്കെ വന്ന് നിൽക്കുന്നത്. ഇങ്ങോട്ട് ഞാനില്ലാതെ ഇതുവരെ നിന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനും തന്നെയല്ല, ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തോന്നുന്നു അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ജിമ്മക്കാണ്. ജിമ്മക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ രാവിലെ കോളേജിലേക്ക് പോയപ്പോൾ തന്നെ കൊണ്ടുപോയിരുന്നു. കാരണം വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് പോരാനുള്ള സമയം കിട്ടൂല. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഓനക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് വീട്ടിലുണ്ട്, വേറെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞ് സാൻഡ്വിച്ച് വാങ്ങി. അടുത്ത് നമ്മൾ പോണത് ചിക്കൻ വാങ്ങിക്കാനാണ്. നാളേക്കൊക്കെയുള്ള ചിക്കൻ ഇപ്പം തന്നെ വാങ്ങിയാണ്, കാരണം രാവിലെ വീണ്ടും കോളേജിലേക്ക് പോകാനുള്ളതാണ്. അങ്ങനെ നമ്മൾ അതും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി ഗൈസ്. കഴിഞ്ഞു ഗൈസ്, രാവിലെ പോയതാണ്, ഇപ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.